സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം കണ്ടെത്തിയ താരമാണ് അനുമോൾ. അനുമോളുടെ സംസാര രീതിയും പെരുമാറ്റവുമൊക്കെയാണ് ഇത്രയേറെ ആരാധകരെ ലഭിക്കാൻ കാരണമായത്. അനുമോളുടെ കല്യാണം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് ആരാധകർ നിരന്തരം ചോദിക്കാറുണ്ട്. സ്റ്റാർ മാജിക്കിലെ തങ്കച്ചനും അനുവും പ്രണയത്തിലാണെന്ന തരത്തിൽ സംസാരം ഉണ്ടായിരുന്നെങ്കിലും തങ്കച്ചൻ തൻ്റെ ചേട്ടനെ പോലെയാണെന്ന് അനു പറഞ്ഞിരുന്നു. അതുപോലെ സീരിയൽ നടൻ ജീവനും അനുവും പ്രണയത്തിലാണെന്ന ചർച്ചയും നടന്നിരുന്നു. മലയാളികൾ അല്ലേ, എന്തും പറയാമല്ലോ, നാക്കുണ്ടല്ലോ, അത്ര തന്നെ എന്നാണ് ഇതിനോട് അനു പ്രതികരിച്ചത്. ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് അനുമോൾ. സ്റ്റാർ മാജിക്കിലെ ഐശ്വര്യയുടെ വിവാഹത്തിന് എത്തിയപ്പോഴാണ് അനു പ്രതികരണം നടത്തിയത്. യൂട്യൂബ് ചാനലുകളോട് സംസാരിക്കുമ്പോൾ വിവാഹത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അനു തൻ്റെ വിവാഹ ഡേറ്റ് പറഞ്ഞത്. നവംബർ 24-25 ആണ് തൻ്റെ വിവാഹം എന്നാണ് താരം പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അന്ന് കാണാമെന്നും അനു പറയുന്നുണ്ട്. വരൻ ആരാണെന്ന് എന്ന ചോദ്യത്തിന് അതൊക്കെ വഴിയേ പറയാം, ഐശ്വര്യ പറഞ്ഞില്ലല്ലോ വരൻ്റെ പേര്, അതുപോലെ എൻ്റേതും വഴിയേ പറയാം എന്നാണ് അനു പറഞ്ഞത്. അറേഞ്ച്ഡ് ആണ്, മാട്രിമോണി വഴിയാണ് എന്നൊക്കെയാണ് അനു പറഞ്ഞത്. എന്നാൽ ഇത് അനുമോൾ തമാശയായി പറഞ്ഞത് ആണോ എന്ന സംശയം ആരാധകർക്കുണ്ട്. അനുമോൾ പറയുന്നത് ശരിയാണെങ്കിൽ വളരെ സന്തോഷമാണെന്നാണ് താരത്തിൻ്റെ ആരാധകർ പറയുന്നത്. അതേസമയം അനുവും തങ്കച്ചനും പ്രണയത്തിലാണെന്ന ചർച്ച വ്യാപകമായി നടന്നിരുന്നു. അപ്പോഴൊക്കെ തമാശയായിട്ടാണ് അനു ഇക്കാര്യം എടുത്തിരുന്നെങ്കിലും ഒരിക്കൽ വളരെ ഗൗരവത്തോടെ അനു മറുപടി പറഞ്ഞിരുന്നു. ഒരു പരിപാടിക്കിടെ തങ്കച്ചനെ പേടിച്ചിട്ടാണോ എന്നൊരു ചോദ്യം വന്നപ്പോഴാണ് അനു പ്രതികരിച്ചത്. പേടിച്ചിട്ടോ, അതെന്താ അങ്ങനെ പറഞ്ഞത്? തങ്കച്ചൻ ചേട്ടൻ എന്താ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണോ? എനിക്കത് അറിയണം എന്ന് എന്തു സംശയമാണ്? കോമ്പിനേഷൻ ഒക്കെ ഫ്ലോറിലല്ലേ, ആ കെമിസ്ട്രി ഉള്ളതിനാലാണ്, പുറത്തല്ല എന്നാണ് അനു പറഞ്ഞത്. ഡമാർ പടാർ, സ്റ്റാർ മാജിക് എന്നീ പരിപാടികളിലൂടെയാണ് അനു ശ്രദ്ധേയയായത്. അനിയത്തി എന്ന സീരിയലിലൂടെയാണ് അനു പ്രേക്ഷകർക്ക് സുപരിചിതയാവുന്നത്. ഒരിടത്തൊരു രാജകുമാരി, സീത, പാടാത്ത പൈങ്കിളി എന്നീ പരമ്പരകളിലും അനു അഭിനയിച്ചിരുന്നു. ഫ്ലവേഴ്സ് ചാനലിലെ സുരഭിയും സുഹാസിനിയും എന്ന സീരിയലും അനു അഭിനയിച്ചിട്ടുണ്ട്.